ആവശ്യമില്ലാത്തപ്പോ നേരം വെളുക്കുമ്പോഴേക്കും ഹാജരായിക്കോളും. എന്താ വൈഷ്ണവി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ പരിഹരിച്ചു തരാം. ഓ വന്നല്ലോ കാട്ടുകോഴി, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പരിഹരിച്ചു തരുമോ? പിന്നല്ല, വൈഷ്ണവിക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും. ആണോ? എന്നാ എനിക്കൊരു 15 ലക്ഷം രൂപ കടം തരുമോ? എന്തോ ദാ വരുന്നു, എന്നെ ആരോ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോ വരാവേ. പോയി ശല്യം. ഇവക്ക് വിട്ടായോ? ഇവളെന്തോ ഒറ്റക്ക് സംസാരിക്കുന്നേ? ഡീ, ആ നീ വന്നോ? നീ ഇത്ര ടൈം എവിടെയായിരുന്നു ലച്ചു? ഒരു പരിപാടിക്കെങ്കിലും നിനക്ക് നേരത്തെ ഇറങ്ങിക്കൂടെ? ഓ തുടങ്ങിയോള്. സോറി മാഡം. അല്ല, ഞാൻ വരുമ്പോ താനെന്താ ഒറ്റക്ക് സംസാരിച്ച് നിൽക്കുവായിരുന്നല്ലോ? ഞാൻ നിന്നെ കാത്ത് നിൽക്കുകയായിരുന്നേ, അപ്പോയാ ആ കാട്ടുകോഴി കേറി വന്നത്. ഹാരി ഹബിയോ? ആ അത് തന്നെ. അവനും വലിയ കോഴി ഈ ലോകത്ത് തന്നെ ഉണ്ടാവത്തില്ല. നിനക്കാണെങ്കിൽ ഒന്ന് നേരത്തെ ഇറങ്ങിക്കൂടെ? ഓ നീ എന്തിനാ എന്നോട് ദേഷ്യം പിടിക്കുന്നേ? ഞാൻ നീ പറഞ്ഞ ടൈമിന് തന്നെ എത്തിയിട്ടുണ്ട്. നീ നേരത്തെ എന്റെ കുട്ടിയല്ലോ. അല്ല, അപ്പൊ നീ ഇന്നലെ ഇവിടുന്ന് പോയില്ലായിരുന്നോ? ഇവിടെ തന്നെയാണോ കിടന്നത്? ആടി, ഞാൻ ഇവിടെ ഉറങ്ങിയത്. അല്ല പിന്നെ. അല്ല ലച്ചു, രാഹുൽ എന്തെങ്കിലും പറഞ്ഞോ? ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. അതറിയാനുള്ള ആവേശമല്ലേ? അതറിയാനുള്ള ആവേശം കൊണ്ടല്ലേ രാവിലെ തന്നെ എത്തിയേ? ഓ നീ പ്രസംഗം പറയാതെ കാര്യം പറ. രാഹുൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞു നിന്നോട്? അത് പിന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ ഇപ്പൊ പറയത്തില്ല. ഞാൻ ലഞ്ച് ബ്രേക്കിനെ പറയത്തുള്ളൂ. എടി പറയടി. അതുവരെ എന്താ പറഞ്ഞിട്ടുണ്ടാവാന്ന് മനസ്സിൽ ഇങ്ങനെ ഇട്ട് ടെൻഷൻ ആക്കണ്ടല്ലോ. നല്ല മോളല്ലേ, പറ. ഇല്ല, ഞാനിപ്പോ പറയത്തില്ല. ലഞ്ച് ബ്രേക്ക് ടൈമിനെ ഞാൻ പറയത്തുള്ളൂ. ആ പിന്നെ പിന്നെ ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താടി? എന്റെ എൻഗേജ്മെന്റ് വരുന്ന സൺഡേ. ഹൈവ, വളരെ സന്തോഷം. ആ സന്തോഷം എന്തിനാന്ന് എനിക്ക് നന്നായി അറിയാം. വീട്ടിൽ വരുമ്പോ നിനക്ക് രാവിലേട്ടനെ കാണാലോ. ഒന്ന് പോടി, കളിയാക്കാതെ. അങ്ങനെ നീയും ലോക്കാവാൻ പോവുകയാണല്ലേ മോളെ. ഓൾ ദ ബെസ്റ്റ്. വാടി, ഫംഗ്ഷൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഡി തുമ്പി, ഇന്നലെ മാത്സിന്റെ എക്സാം പേപ്പർ കിട്ടുന്നേ? ആണല്ലോ, ഞാനതൊന്ന് മറന്നുപോയി. പേടിയാവുന്നു. തലവേദന ആയോണ്ട് മാത്സ് എക്സാമിന് ഒന്നും എഴുതാൻ പറ്റിയില്ല. ഒരു സമാധാനത്തോടെ ഇനി ക്ലാസ്സിലേക്ക് വന്നേ. നീ ഇപ്പൊ എന്തിനാ അത് ഓർമ്മിപ്പിച്ചേ? ജൂഹിനാട്ടി ക്ലാരിനാട്ടിക്ക് മാർക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. അല്ല, നന്ദുവിന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അവന് സുഖായിരിക്കും. അവന് ബുക്ക് താഴെ വെച്ചിട്ടില്ല. ആണോ? ഷോ, എന്നാ എന്റെ കാര്യം കട്ടപ്പോക. അവരൊക്കെ മുന്നിൽ ഞാൻ നാണം കെടൂലേക്കും. തുമ്പി, ഞാൻ വെറുതെ പറഞ്ഞ. എക്സാമിന്റെ തലേന്ന് അവന് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് അമ്മ അവനെ ഓടിച്ചു കൊണ്ടുവന്ന. അന്ന് അവന് നല്ലോണം കിട്ടിയിട്ടുമുണ്ട്. അന്ന് അവൻ പഠിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴേ ഒരു സമാധാനായേ. അത് വിടെ, അവന് നല്ല മാർക്ക് വാങ്ങുന്നതിൽ നിനക്ക് കുശുമ്പുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ കുശുമ്പൊന്നുമില്ല, പക്ഷേ അവന് നല്ല മാർക്ക് വാങ്ങുമ്പോ എനിക്ക് മാർക്കില്ലെങ്കിൽ അതൊരു നാണക്കേടല്ലേ? അതുകൊണ്ടാ ചെറിയൊരു ചടപ്പ്. എന്നാലും എന്റെ അളിയ, ഇന്ന് രാവിലെ മുതൽ ഞാൻ ആലോചിച്ച് എനിക്ക് തലവേദന വന്നു. ഇതിനു മാത്രം നിനക്ക് എന്താ ആലോചിക്കാനുള്ളേ? ഇന്നലെ എന്റെ അയൽവക്കത്തുള്ള കുട്ടി എന്നോട് ചോദിക്കുക, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന്. ഞാൻ ആലോചിച്ച് എന്റെ തലക്കിട്ട് എന്തോ ആവുക. ഇപ്പോഴും മാറ്റമൊന്നുമില്ലല്ലേ? ഞാൻ പേടിച്ചു പോയി നീ മാറിപ്പോയെന്ന്. പിന്നെ ഇന്ന് വൈകുന്നേരം മാച്ച് ഉണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് തന്നെ ഔട്ട് ആവരുത്, കേട്ടല്ലോ? നീ ഒരു റൺസ് എന്തെങ്കിലും എടുക്കുന്നത് കാണാൻ കൊതിയായിട്ടാടാ. അത് പിന്നെ സംഭവം എന്താന്ന് വെച്ചാ, എനിക്കൊരു പിച്ചുണ്ട്, അതനുസരിച്ച് ബോളിംഗ് ചെയ്യാൻ ആരുമില്ല, അതാ. ഓ തുടങ്ങി അവന് തള്ളാൻ. നീ നോക്കിക്കോ, ഇന്ന് ഞാൻ സെഞ്ചുറി എടുക്കും. ഓ അത്രയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 5 റൺസിനെങ്കിലും നീ എടുത്ത് കണ്ടാ മതിയായിരുന്നു. നീ പുച്ഛിക്കേണ്ട, ഇന്നെന്റെ കളി നീ കണ്ടോ, അപ്പൊ നിനക്ക് മനസ്സിലാവും. ഈ പറച്ചിലെ ഗ്രൗണ്ടിലും കണ്ടാ മതി. ദാ ബെല്ലടിക്കാനായി, വാ ക്ലാസ്സിൽ കേറാ. മോനെ, ദാ മോള് വിളിക്കുന്നു. ദാ അമ്മേ വരുന്നു. ഹലോ, ആരാ? സച്ചിയാണോ? ആ സച്ചിയാണ് മാമ. എന്തൊക്കെയാ മോനെ വർത്താനം, സുഖല്ലേ? അല്ല, നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലടാ? ആ സുഖം. ഇല്ലെങ്കിലേ ഇന്ന് ക്ലാസ് ഇല്ല. എവിടെ എല്ലാവർക്കും സുഖല്ലേ? ആ മക്കളൊക്കെ ക്ലാസ്സിൽ പോയി. ഇവിടെ ഞാനും സീതയും അമ്മയും ഉണ്ട്. ലച്ചു പിന്നെ ഓഫീസിൽ പോയി. പിന്നെ ഒരാളും കൂടെ ഉണ്ട്. നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ എന്നോട് പറഞ്ഞിരുന്നു മാമൻ നാട്ടിൽ പോകുന്ന കാര്യം. പിന്നെ ആരോണ്ട് പറയണ്ടെന്ന് പറഞ്ഞു. സർപ്രൈസ് ആക്കിയതാ. അല്ല, അമ്മ എന്തേ? ഇവിടെയുണ്ട് മാമ. അച്ഛനെ ഓഫീസിൽ പോയിട്ടുണ്ടാവൂലേ? എന്നാ ഞാൻ അമ്മയുടെ അടുത്ത് കൊടുക്കാവേ. ശരി. അമ്മേ, ദേ മാമൻ വിളിക്കുന്നു. ഹലോ ഏട്ടാ, എന്താ നാട്ടിലെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുവായിരുന്നു. ഒരു പുതിയ വിശേഷമുണ്ട്. എന്താ? ഈ വരുന്ന സൺഡേ ലച്ചുവിന്റെ എൻഗേജ്മെന്റാ. ആണോ? അതെ. പൊരുത്തൊക്കെ നോക്കി ഒരു നല്ല ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്തതാ. പിന്നെ അടുത്ത മാസം അരുണിന് തിരിച്ചു പോവേണ്ടതല്ലേ? നിങ്ങൾക്ക് വരാൻ കഴിയോ? ഇല്ലേട്ടാ, ഈ മാസം തീരെ കഴിയത്തില്ല. സച്ചിക്ക് എക്സാം തുടങ്ങുകയാ. അത് മാത്രല്ല, ഏട്ടന് നല്ല ബിസിയാ. ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരു യാത്ര പോയിരിക്കുക. ഇനിയിപ്പോ അധിക ദിവസങ്ങളും ഇല്ലല്ലോ എൻഗേജ്മെന്റിന്. അടുത്ത മാസം വരാൻ നോക്കാം. അപ്പോ നിങ്ങൾക്ക് വരാൻ കഴിയില്ലല്ലേ? സാരമില്ല, അടുത്ത മാസം കാണാം. ശരിയേട്ടാ. പിന്നെ എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കണേ. ശരിയടി, എന്നാ പിന്നെ വിളിക്കാം. കൃഷ്ണ, മോളെന്താ പറഞ്ഞേ? അവര് വരുന്നുണ്ടോ?
ഇല്ലമ്മേ, അവക്ക് വരാൻ കഴിയത്തില്ല. സച്ചിക്ക് എക്സാം തുടങ്ങുകയാ. അശ്ശോ, കഷ്ടായി പോയല്ലോ. അതുമാത്രല്ല, അളിയൻ എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി യാത്ര പോയിരിക്കുക. അമ്മ സങ്കടപ്പെടുന്നു വേണ്ട, അവര് അടുത്ത മാസം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, സത്യമായിട്ടും അവർ അടുത്ത മാസം വരുമോ? ആ, അങ്ങനെയാ പറഞ്ഞേക്കുന്നേ. എന്താ ചെയ്തേ? ഏട്ടൻ പുറത്തു പോകുന്നുണ്ടോ? കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നേ. ആ, ഞാൻ പോകുമ്പോ വാങ്ങിക്കോളാം. നീ സാധനങ്ങളെ ലിസ്റ്റ് എഴുതി വെച്ചേക്ക്. ആ, ശരി ഏട്ടാ. ആ, പിന്നെ സീതേ, സച്ചിയെ വിളിച്ചിരുന്നേ. ആണോ? അവര് എൻഗേജ്മെന്റിന് വരുന്നുണ്ടോ? ഇല്ല, സച്ചിക്ക് എക്സാം ഉണ്ടത്രേ. അപ്പോ അവര് വരില്ലല്ലേ? ആ, അവര് നെക്സ്റ്റ് മന്ത് വരാന്നാ പറഞ്ഞിരിക്കുന്നേ. ആ, അമ്മേ, അമ്മക്ക് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ, ഞാനിപ്പോ വരാം. കൃഷ്ണേട്ടന് എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, എനിക്ക് പുറത്തു പോവാനുണ്ട്. നീ വാങ്ങേണ്ട സാധനങ്ങളെല്ലാം എഴുതിക്കൊണ്ടാ. ലച്ചു, ലഞ്ച് ടൈം ആയില്ലേ? ഇനിയെങ്കിലും പറ. ആയിട്ടല്ലുള്ളൂ, ഫുഡ് കഴിച്ചിട്ട് പറയാം. ദേ, നീ എന്നെ കളിപ്പിക്കുകയാണോ? നീ മര്യാദയ്ക്ക് പറയുന്നുണ്ടോ? ഞാൻ തോറ്റു. അയ്യേ, നീ എന്താ കൊച്ചു പിള്ളാരെ പോലെ? നീ ഒന്നുകൂടെ ഒന്ന് ക്ഷമിക്ക്. ദേ, നീ മര്യാദയ്ക്ക് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇപ്പോ രാഹുലേട്ടനെ വിളിച്ച് ചോദിക്കും. ഓഹോ, നിനക്ക് അത്ര ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്ന് വിളിക്കുന്നത് കാണട്ടെ. നിനക്കെന്താ സംശയമുണ്ടോ? രാഹുലേട്ടനെ പ്രപ്പോസ് ചെയ്ത ആളാ ഞാൻ. ആ, എനിക്കാണോ വിളിക്കാൻ ധൈര്യക്കുറവ്? പക്ഷേ ഫോൺ വിളിച്ച് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അതാ. അത്ര ധൈര്യമുണ്ട്, നീ ഒന്ന് വിളിച്ചു നോക്ക്. ദേ ലച്ചു, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്താ രാഹുലേട്ടൻ പറഞ്ഞത്? പറ. എനിക്ക് എത്രത്തോളം ക്ഷമയുണ്ടെന്ന് അറിയാനാ ഞാൻ ഇത്രയും കളിപ്പിച്ചേ. ഞാൻ പറയാം, എന്നാ ഒന്ന് വേഗം പറ. അതായത് ഏട്ടന്റെ നമ്പർ നിനക്ക് തരാൻ പറഞ്ഞു. പിന്നെ പ്രേമിച്ചു നടക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഡയറക്റ്റായി വീട്ടിൽ വന്ന് ചോദിക്കാന്ന് പറഞ്ഞേക്കുന്നേ. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അതുവരെ നീ ഒന്ന് ക്ഷമി. ചിലപ്പോ അതിന്റെ ഉള്ളിൽ തന്നെ രണ്ട് വീട്ടുകാരുമായി സംസാരിച്ച് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടി, സത്യമായിട്ടും ഇതൊക്കെ പറഞ്ഞത് തന്നെയല്ലേ? നീ എന്നെ പറ്റിക്കുകയല്ലല്ലോ? അല്ലടി, ഏട്ടൻ തന്നെയാ ഇതൊക്കെ പറഞ്ഞേ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ മോക്ക് സന്തോഷായില്ലേ? എന്നാലും ഇത്രയൊക്കെ രാഹുലേട്ടൻ പറഞ്ഞിട്ടും ഇതുവരെ എന്നോട് ഒന്നും നീ പറഞ്ഞതേ ഇല്ലല്ലോ. നിനക്ക് ഞാൻ തരുന്നുണ്ട്. ആ, എനിക്ക് തരണം. അത് ഞാൻ പറയാൻ നിൽക്കുവായിരുന്നു. രണ്ടുപേരും എനിക്ക് നല്ലൊരു ചെലവ് തരണം. അതിലൊരു മടിയും രണ്ടുപേരും കാണിക്കരുത്. ആഹാ, അത് കൊള്ളാലോ. നിനക്കെന്തിനാ ഞാൻ ചെലവ് തരുന്നേ? അതും കൂടെ പറ. രാഹുലേട്ടനോട് ആ കാര്യം പറയാൻ പറഞ്ഞപ്പോ നീ തന്നെയല്ലേ എന്നോട് പറയാൻ പറഞ്ഞേ? എന്നിട്ട് ഞാനല്ലേ പറഞ്ഞത്? പിന്നെ നിനക്കെന്തിനാ ചെലവ്? ഇപ്പൊ നിനക്ക് മനസ്സിലായോ എനിക്ക് ക്ഷമയുണ്ടോ ഇല്ലേ എന്ന്? നിനക്ക് തീരെ ക്ഷമയില്ല. അപ്പോ നീ എന്റെ ഏട്ടന് പറ്റിയ പെണ്ണ് തന്നെ. എന്ത്? അപ്പോ രാഹുലേട്ടനെ സമ്മതാന്ന് പറഞ്ഞോ? അതെ ബോസ്, ദേഷ്യം കൊണ്ടായിരിക്കും, അല്ലാതെ അങ്ങനെ ബിഹേവ് ചെയ്യത്തില്ല. ഓ, പിന്നെ അയാളുടെ പെങ്ങളല്ലേ, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ എന്റെ ചെലവിന്റെ കാര്യം മറക്കണ്ട. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാൻ തന്നെ കാരണം ഞാനാ. എനിക്ക് വമ്പൻ ചെലവ് തന്നെ വേണം. ശരി എന്റെ പൊന്നോ, തന്നേക്കാവേ. അങ്ങനെ വൈക്കുക. എന്നാലും രാഹുലേട്ടനെ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്താ തോന്നുന്നേ എനിക്ക് തന്നെ അറിയത്തില്ല. തുള്ളി ചാടാൻ തോന്നുവാ. നീ തുള്ളി ചാടിക്കോ. വൈഷ്ണവി, അയ്യോ ബോസ്, വിചാരിച്ച പോലെ തന്നെ ഇത്തവണയും ഈ ക്ലാസ്സിലാ ഏറ്റവും മാർക്ക് കുറവ്. നിങ്ങളൊക്കെ എന്തിനാ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് വരുന്നേ? ഓ തുടങ്ങി. 2 പഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ ചെവി വെക്കായിരുന്നു. എന്നും ഇതേ ഡയലോഗ് തന്നെ. ഇനി ഇപ്പോ പറയാൻ തുടങ്ങും എന്റെ ലൈഫിൽ ഇതുപോലെയുള്ള കുട്ടികളെ കണ്ടിട്ടില്ലെന്ന്. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ലൈഫിൽ ഇതുപോലെയുള്ള കുട്ടികളെ കണ്ടിട്ടേ ഇല്ല ഞാൻ. അതിനൊക്കെ അപ്പുറത്തെ ക്ലാസ്സിലെ മക്കൾ. നീ പറഞ്ഞ പോലെ മിസ്സു അത് തന്നെയാണല്ലോ പറഞ്ഞേ. പിന്നല്ല, ഇതൊക്കെ നമ്മൾ എത്രയും കണ്ടിരിക്കുന്നു. അപ്പുറത്തെ ക്ലാസ്സിലെ മക്കളെ പുകയത്തില്ലേ, അതൊക്കെ ചുമ്മാതാ. അത് തന്നെ, അവരോണ്ട് നമ്മളെ കണ്ടു പഠിക്കാനായിരിക്കും പറയുന്നേ മിസ്. ഇനിയെങ്കിലും ഡയലോഗ് എന്തെങ്കിലും ഒന്ന് മാറ്റിയിട്ടൂടെ? ഉസ്മാൻ, എന്താ ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എങ്ങനെ മാർക്ക് കിട്ടാനാ? ക്ലാസ് എടുക്കുമ്പോ 3 കൂടെ സംസാരിക്കല്ലേ? ഞാൻ ഇവിടെ പറയുമ്പോ നിങ്ങൾ എന്താ സംസാരിക്കുന്നേ? ഇനി എന്റെ സംസാരിക്കുന്നത് കാണട്ടെ. 3നെയും പിടിച്ച് പുറത്താക്കും, കേട്ടല്ലോ? പിന്നെ ക്ലാസ്സിലേക്ക് കയറാൻ പാരന്റ്സ് വരേണ്ടി വരും, കേട്ടല്ലോ? ഇങ്ങനെ ഒരു ക്ലാസ് എന്റെ ചരിത്രത്തിൽ ആദ്യമായ. എന്തു പറഞ്ഞിട്ട് എന്താ, നന്നാവണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പേപ്പർ തരാം. മിസ് ഇന്ന് കലിപ്പിലാണല്ലോ. സംസാരിക്കേണ്ട, അത് കണ്ട നമ്മളെ പിടിച്ച് പുറത്താക്കും. പിന്നെ പാരന്റ്സ് വരേണ്ടി വരും ക്ലാസ്സിലേക്ക് കയറാൻ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. പാസ്സായാ മതിയായിരുന്നേ. ഒന്ന് പതുക്കെ പറ. ഇനി പേപ്പർ തന്നിട്ട് ബാക്കി പറയാ. ഈശ്വര, പേപ്പർ തന്നിട്ട് ഇനിയുണ്ടോ പറയാൻ? മിണ്ടാതെ നിന്നോ, അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ പുറത്താക്കും. അല്ലടാ, നിനക്കൊരു പേടിയും ഇല്ലേ? എന്തിനു പേടിക്കുന്നേ? എന്തായാലും പൊട്ടുമെന്ന് ഉറപ്പാ. നിന്നെ പോലെ നീ മാത്രമേ ഉണ്ടാവൂ. എന്തൊരു കൂളായിട്ടാ താൻ പറയുന്നേ. നിന്റെ ഊഹത്തിൽ നിനക്ക് എത്ര മാർക്ക് ഉണ്ടാവും? ജസ്റ്റ് പാസ്സായ തന്നെ വലിയ കിട്ടലാ. നിനക്കോ? പാസ്സാവും തോന്നുന്നു. ദേവിക, 30ൽ 20. കുറച്ച് മാറ്റമുണ്ട്. പഠിച്ചാ നിനക്ക് തന്നെ നല്ലേ. ഈശ്വര, അവള് രക്ഷപ്പെട്ടു. എന്നെയും ഒന്ന് രക്ഷപ്പെടുത്തണേ. എന്നെ നീ പറ്റിക്കുകയായിരുന്നില്ലേ? നിനക്ക് അധികം മാർക്കൊന്നും ഉണ്ടാവത്തില്ല നീ പറഞ്ഞതല്ലേ ആദ്യമേ? അതിനെവിടെ അധികം മാർക്ക്? 30ൽ 20 എന്നല്ലേ പറഞ്ഞേ? അത് മാത്രല്ല, അന്ന് എനിക്ക് നല്ല തലവേദന
സത്യം പറഞ്ഞാ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഓ എന്തൊക്കെയായിരുന്നു ജസ്റ്റ് പാസ് പോലും. ഇനി നീ എന്നോട് മിണ്ടണ്ട. എടി എനിക്ക് നിന്നേക്കാൾ കുറച്ച് മാർക്ക് കിട്ടിയതിന് നീ എന്തിനാ എന്നോട് മിണ്ടാതിരിക്കുന്നേ? അപ്പോ നീ എന്നെ പറഞ്ഞതോ? അതൊക്കെ പോട്ടെടി, എങ്കിലും 2 മാർക്കല്ലേ കൂടുതലുള്ളൂ. എന്തൊക്കെയായിരുന്നു പാസ് ആവത്തില്ലല്ലോ. ദേവിക എന്താ അവിടെ? സോറി മിസ്. ഉണ്ണിക്കുട്ടൻ 12, നന്ദു 14. ഓ രക്ഷപ്പെട്ടടാ, നമ്മള് പാസ്സായി. എന്നാലും ഞാൻ എങ്ങനെ പാസ്സായി? നിങ്ങളൊക്കെ പാസ്സായല്ലോ. ഇനി എന്റേത് എങ്ങനെയാണാവോ? ക്ലാര 13, ജൂഹി 15. ഡി ഇപ്പോഴും ഒരു സമാധാനമായി. അവരെക്കാളും കൂടുതൽ നമുക്ക് കിട്ടിയല്ലോ. അത് തന്നെ, അവളെ ജാട കുറച്ച് കുറഞ്ഞോളൂ. ഷോ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ദേവിക എന്താ അവിടെ? ഒന്നുമില്ല മിസ്. കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. പുറത്ത് നിൽക്കണോ? സോറി മിസ്, വേണ്ട. അവര് നമ്മളെ മാർക്കിനെ കുറിച്ചായിരിക്കും പറയുന്നേ. ശരിയാ ജൂഹി, അവർക്ക് നമ്മളെക്കാളും മാർക്കുണ്ടല്ലോ. അവര് അത് പറഞ്ഞ് നമ്മളെ കളിയാക്കുമായിരിക്കും. ഓ ഇനി അവര് ജാട കാണണല്ലോ. എന്നാലും നമുക്ക് എങ്ങനെ ഇത്ര മാർക്ക് കുറഞ്ഞേ? എക്സാം നല്ല ടഫ് ആയിരുന്നില്ലേ? എന്നാലും അവർക്കൊക്കെ മാർക്കുണ്ടല്ലോ. അവര് നന്നായി പഠിച്ചിട്ടുണ്ടാവും, പ്രത്യേകിച്ച് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി. എന്നാലും വല്ലാത്തൊരു ചതിയായി പോയി ഇത്. പറയാനുണ്ടോ? ഇനിയിപ്പോ കളിയാക്കാൻ ഒരു വിഷയമായല്ലോ. നമ്മളും അത്ര മോശമൊന്നുമല്ലായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ തവണത്തെ എക്സാമിന് അവർക്ക് മാർക്ക് കുറഞ്ഞപ്പോ നീ കളിയാക്കിയതൊക്കെ? ഞാൻ മാത്രമാണോ? നീയും കളിയാക്കിയിട്ടില്ലേ? അത് പിന്നെ നീ കളിയാക്കിയപ്പോ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തു മാത്രല്ലേ ചെയ്തു. നീ അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. നീയും നന്നായി കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അവര് നമ്മളെ കളിയാക്കുന്നതിൽ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഷോ വേണ്ടായിരുന്നേ. എന്ത് വേണ്ടായിരുന്നേ? എനിക്ക് അത്ര പേടിയൊന്നുമില്ല. നിനക്ക് പേടിയുണ്ടേ പറഞ്ഞേക്ക്. എനിക്ക് എന്ത് പേടി? എന്തായാലും പാസ്സായല്ലോ. എന്തായാലും തുമ്പിനേക്കാളും മാർക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. അതും പോയി. ആഗ്രഹമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അതിനാദ്യം പഠിക്കണം. അതിന് തലക്കകത്തെ വല്ലതും വേണം. ക്ലാര, അയ്യോ ജൂഹി, ക്ലാര സ്റ്റാൻഡ് അപ്പ്. ഇതെന്താ ചന്തയാണോ? ജസ്റ്റ് പാസേ ആയിട്ടുള്ളൂ. അത് മറക്കേണ്ട. ഇനി നിങ്ങൾ സംസാരിക്കുന്ന കണ്ട പുറത്തായിരിക്കും സ്ഥാനം, കേട്ടല്ലോ? പിന്നെ പാരന്റ്സിനെയും കൂട്ടി വന്നാ മതി ഇങ്ങോട്ട്. സോറി മിസ്, ഇനി ഞങ്ങൾ സംസാരിക്കത്തില്ല. ദേവു അവർക്ക് അങ്ങനെ തന്നെ വേണം. മിസ്സിന്റെ അടുത്ത് നിന്ന് നല്ലോണം കിട്ടണം, അപ്പേ അവര് പഠിക്കൂ. ഡി മിസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി നമ്മൾ സംസാരിക്കേണ്ട. ഡാ നിന്റെ ചങ്കിനെ മിസ്സിനോട് നല്ല വഴക്ക് കേട്ടല്ലോ. ഓ എന്റെ ചങ്കോ? പിന്നല്ലാതെ നന്ദൂട്ടാന്ന് പറഞ്ഞ് പിറകെ നടക്കല്ലേ നിന്റെ. ഡാ മിസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതിരി, അല്ലെങ്കിൽ പാരന്റ്സിനെയും കൂട്ടി വരേണ്ടി വരും. ബെല്ലടിച്ചില്ലേ? ഇനി ബാക്കിയുള്ളവരെ പേപ്പർ നാളെ തരാം. ഹോ ഞാന് രക്ഷപ്പെട്ടു. എടാ പൊട്ടാ, നീ രക്ഷാന്ന് പറയണ്ട, പെട്ടൂന്ന് പറ. അതെന്താ? അതായത് നിനക്ക് മിസ് പേപ്പർ തന്നുകൊണ്ടിരിക്കുമ്പോ ബെല്ലടിച്ചതാണെങ്കിൽ നീ രക്ഷപ്പെട്ടേനെ. അതെങ്ങനെ? അതായത് ബെല്ലടിക്കുമ്പോ മിസ് വേഗം പോകത്തില്ലേ, അധികം വഴക്ക് പറയാനൊന്നും നിക്കത്തില്ല. നാളെയാണെങ്കിൽ മാർക്ക് കുറഞ്ഞ മോനെ നല്ലോണം കിട്ടിക്കോളും മിസ്സിന്റെ അടുത്ത് നിന്ന്. അത് ശരിയാണല്ലോ അളിയാ. ദേവു ബെല്ലടിച്ചില്ലേ? നമുക്ക് പുറത്ത് പോവാം. നിക്കടി, ഈ ബുക്കൊക്കെ ഒന്ന് ബാഗിലോട്ട് എടുത്തു വെക്കട്ടെ. തുമ്പി, ജൂഹിയും ക്ലാരയും വരുന്നുണ്ട്. അപ്പോ നമുക്ക് തുടങ്ങല്ലേ കളിയാക്കാൻ? പിന്നല്ല, കഴിഞ്ഞ തവണ അവളെക്കാളും 1-2 മാർക്ക് കുറഞ്ഞപ്പോ എന്തായിരുന്നു അവളെ ജാട. അത് മാത്രല്ല, അവൾ നമ്മളെ നല്ലോണം കളിയാക്കുകയും ചെയ്തു. എന്തായാലും ദൈവം നമുക്ക് ആ ചാൻസ് തന്നല്ലോ. ജൂഹി നമുക്ക് അങ്ങോട്ട് പോണോ? തുമ്പിയും ദേവും നിൽക്കുന്ന നീ കണ്ടില്ലേ? ഓ അതിനെനിക്കെന്താ? ഓ എന്റെ ജൂഹി, അവരെ നമ്മളെ കളിയാക്കി കൊല്ലും. നീ വരുന്നുണ്ടെങ്കിൽ വാ. ഡീ നമുക്ക് ഇതിലെ പോവാ. ഓഹോ അവരെ പേടിച്ച് പോയി മാറി പോവാനൊന്നും എന്നെ കിട്ടത്തില്ല. വേഗം വന്നൂടെ. എടി തുമ്പി, നീ ക്ലാസ്സിലെ പഠിപ്പികളെ കണ്ടോ? എന്തായിരുന്നു ഇപ്പൊ അവരെ പേര്? അങ്ങനെ പേരൊക്കെ പറയുന്നത് മോശമല്ലേ ദേവു? വേണേ ഞാൻ ഫസ്റ്റ് ലെറ്റർ പറയാം. ഒരാൾ ജെയും മറ്റൊരാൾ സിയും. ഡീ കളിയാക്കിയാലുണ്ടല്ലോ. നിങ്ങൾ അത്ര അഹങ്കരിക്കൊന്നും വേണ്ട. കോപ്പി അടിച്ചിട്ടല്ലേ ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയത്. നിന്നോട് ആരെ പറഞ്ഞേ ഞങ്ങൾ കോപ്പി അടിച്ചാന്ന്? നിന്റെ ശീലം ഞങ്ങൾക്കില്ലല്ലോ. കഴിഞ്ഞ തവണ അഹങ്കരിച്ചതിന്റെ ശിക്ഷയാണ് മോളെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത്. ആണോ? ഇത്ര കളിയാക്കാൻ മാത്രമൊന്നുമില്ല, ഞങ്ങൾ പാസ്സായിട്ടുണ്ട്. ജസ്റ്റ് പാസ്. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ഞങ്ങളും പാസ്സായതാണല്ലോ. നിനക്ക് ഇപ്പോ കിട്ടിയതിനേക്കാളും മാർക്കും ഞങ്ങൾക്കുണ്ടായിരുന്നു. നിന്നെക്കാളും 2-3 മാർക്കിന് കുറവേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. എന്നിട്ട് മോള് ഞങ്ങളെ എന്തൊക്കെയാ പറഞ്ഞിരുന്നേ? ജൂഹി ഇവർക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ മറക്കാൻ പറ്റുമോ ക്ലാര? അതെ, ഒന്നും മറക്കവേ മാട്ടെ. ഡാ അവിടെ എന്താ പ്രശ്നം? ദേവും ജൂഹിയൊക്കെ ഉണ്ടല്ലോ. ദേവു മാത്രല്ല തുമ്പിയും ഉണ്ട്. എടാ നമ്മൾ ഇടപെടേണ്ടി വരുമോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ജൂഹിക്ക് അവരുടെ കയ്യിൽ നിന്ന് നല്ല മയക്ക് കേൾക്കുന്നത് എനിക്ക് കാണണം. നമ്മൾ പോയി അത് കോളാക്കണ്ട. നീ പറഞ്ഞത് ശരിയാ. അത് മാത്രല്ല, ചിലപ്പോ നമ്മൾ ഇടപെട്ട നമുക്കും കിട്ടും. ഡാ പ്രശ്നവും വഷളാവുന്നുണ്ടെന്ന് തോന്നുന്നേ. നമുക്ക് പോയാലോ? നീ ഒന്നും മിണ്ടാതിരുന്നേ. ബെസ്റ്റ്. പെങ്ങക്ക് അടി കിട്ടുന്നത് നോക്കി നിൽക്കുന്ന ആങ്ങള. നാണമില്ലല്ലോ നിനക്ക്? ഓ അതിന് അടിക്കുന്നൊന്നുമില്ലല്ലോ. അല്ല, ഞാനൊരു ഉപമ പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി നമ്മൾ അതിൽ പോയി കാര്യം വഷളാക്കണ്ട. അവര് തന്നെ തീർത്തോളും. അല്ലടാ, എനിക്കിങ്ങനെ അത്ര മാർക്ക് കിട്ടിയേ. നീ പിന്നെ എത്ര കളിച്ചാലും പഠനത്തിൽ മോശമൊന്നുമല്ല. എന്നാലും നിനക്ക് മാർക്ക് കുറഞ്ഞല്ലോടാ. അതെ, ഇനിയിപ്പോ ഇന്നെങ്ങനെ വീട്ടിൽ കേറാന്ന് പോലും എനിക്കറിയത്തില്ല. ദേവുനാണെങ്കിൽ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. അമ്മ ഇന്ന് എന്നെ പൊരിക്കും.
ഇന്ന് എനിക്ക് ഹാപ്പി ആയി പോവാ. എന്തായാലും പാസ്സായല്ലോ. നീയും എന്തിനാ പേടിക്കുന്നേ? എന്നെക്കാളും മാർക്ക് നിനക്കില്ലേ? എടാ, ഇത്ര മാർക്ക് കുറവ് എനിക്ക് ആദ്യമായ. ദേവുവിന് 20 ഉള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിക്കുക. 4-5 മാർക്ക് കുറവല്ലേ ഉള്ളൂ. എന്നാലും എന്റെ അളിയ, നീ എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? ഞാൻ പാസ്സാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എടാ, എനിക്കും സത്യത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഒന്നും പറയണ്ട. എക്സാം നല്ല ടഫായിരുന്നു. എന്നിട്ടും നീ പാസ്സായില്ലേ? നീ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് പിന്നെ എക്സാം ആയപ്പോ ഒന്ന് നോക്കിയിരുന്നു. ഉസ്മാന്റെ പേപ്പറൂടെ കിട്ടിയിരുന്നെങ്കിൽ. ശരിയാ, അവന്റെ കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ. അല്ലടാ, അവനെവിടെ പോയി? അവന് ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് കൊണ്ടുവന്നില്ല. ഏതോ ക്ലാസ്സിൽ പോയിട്ടുണ്ട് വാങ്ങാൻ. വെറുതെ അല്ല കാണാത്തെ. നെക്സ്റ്റ് പീരീഡ് ആ രാക്ഷസിയല്ലേ? അതെ. അല്ലടാ, നീ ഹോംവർക്ക് ചെയ്തോ? എനിക്ക് അറിയാവുന്ന പോലെ ചെയ്തിട്ടുണ്ട്. നീ വേഗം വാ, നിന്റെ നോട്ടൊന്ന് താ. ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ബെല്ലടിക്കും, വേഗം വാ. എന്നാലും പാത്തു, എന്തായിരിക്കും മലയാളത്തിന്റെ സാർ പറഞ്ഞതിന്റെ അർത്ഥം? മലയാളമാണെങ്കിലും കേട്ടിട്ട് ഒരു കുന്തവും മനസ്സിലായില്ല. അതായത് പാറു, നമുക്കറിയാത്ത വേറെ നാട്ടിലെ മലയാളമായിരിക്കും ബ്രിട്ടീഷുകാർ പറയുന്ന മലയാളം. ബ്രിട്ടീഷുകാർ മലയാളം സംസാരിക്കോ? പറയുമായിരിക്കും. നമ്മൾ അവിടെ